വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് അഡിനോയിഡ് എന്ന കുട്ടികളിലെ പ്രോബ്ലത്തെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം എൻ്റെ മന്ത്രയ്ക്ക്, അതായത് മൂത്ത മൂക്ക് അഡിനോയിഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കുറേ പ്രാവശ്യം കാണിച്ചതിന് ശേഷം റിക്കറൻ്റായിട്ട് കോൾഡ് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കാണിച്ചപ്പോൾ നമ്മൾ കോൾഡ് വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോവും, മരുന്ന് കഴിക്കും, ആൻറ്റിബയോട്ടിക് കഴിക്കും. ബട്ട് അതിങ്ങനെ ഫ്രീക്വൻ്റ്ലി മാസത്തിൽ ഒരു 2-3 തവണ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചപ്പോഴാണ് ആ മാം പറഞ്ഞത്, അഡിനോയിഡ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. രാത്രി നിങ്ങളുടെ കുട്ടിക്ക് സ്നോറിങ് ഉണ്ടോ, മൂക്കിൽ കൂടെ തന്നെയാണോ ശ്വാസം എടുക്കുന്നത്, ശ്വാസ തടസ്സം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് അവൾക്ക് രാത്രി കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, മൂക്കിൽ കൂടെ ചെറിയ രീതിയിലുള്ള സ്നോറിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഒരു ENT കാണണം, കണ്ടിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ റെനെ മെഡിസിറ്റി പോയി ENT കാണിച്ചു. ഡോക്ടർ ഉടനെ തന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേയിൽ നോക്കിയപ്പോൾ 50% അഡിനോയിഡ്. എന്താണ് അഡിനോയിഡ്? കേട്ടപ്പോൾ എനിക്കാദ്യം പേടിയായിട്ടോ, കാരണം നമ്മുടെ മനസ്സിലൂടെ സർജറി ചെയ്യണം അങ്ങനെ എന്നൊക്കെയാണ്. ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട, 50% ആണ്, ഒരു 3 months നമുക്ക് മെഡിസിൻ കഴിച്ച് നോക്കാം, എന്നിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കിലടിക്കാനുള്ളൊരു സ്പ്രേയും ഒരു അലർജിയുടെ ഒരു ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിക്കാനുള്ളത് തന്നു. അപ്പം നമ്മളത് കറക്റ്റായിട്ട് എടുത്തു തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴാണ് നമ്മുടെ സമ്മർ വെക്കേഷൻ വന്നത് കേട്ടോ. സമ്മർ വെക്കേഷൻ വന്നപ്പോഴത്തേക്കും ആൾക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരുന്നില്ല, കോൾഡ് കംപ്ലീറ്റ്ലി മാറി. അപ്പം ഞാൻ വിചാരിച്ചത് ക്യൂർഡായെന്ന്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ വീണ്ടും സ്കൂൾ റീഓപ്പൺ ചെയ്തപ്പോൾ ജൂണിൽ ആൾക്ക് വീണ്ടും ഇതേമാതിരി കോൾഡ് ഇൻഫെക്ഷൻ. പിന്നെ വീണ്ടും ഡോക്ടറെ അടുത്തപ്പോൾ പോയപ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങളോട് ആരാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത്, കണ്ടിന്യൂസ്ലി 3 മാസം ഇതെടുക്കണം. അങ്ങനെ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 months സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ടു ദ സർപ്രൈസ് 50% അഡിനോയിഡ് ഷ്രിങ്ക്ഡ് ടു 10%. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സർജറിയുടെ ഒന്നും ആവശ്യമില്ല, ഒരു 2 months നൈറ്റ് മാത്രം ഒരു സ്പ്രേ ചെയ്താൽ മതിയെന്ന്. സോ നമ്മൾ ഒരു അസുഖത്തെയും പേടിക്കുകയല്ല വേണ്ടത്, ധൈര്യത്തോടു കൂടി പോയി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾ സഫർ ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും. എൻ്റെ മകൾ സഫർ ചെയ്യുന്നത് നന്നായി കണ്ടു. കാരണം കോൾഡ് എന്ന് പറഞ്ഞാൽ സാധാ കോൾഡ് അല്ല, മൂക്കിൽ നിന്നൊക്കെ കട്ട കഫമാണ് വരുന്നത്. ആൻഡ് ഷി ഫേസ് മെനി ഡിഫിക്കൽട്ടീസ്. എന്തായാലും ഇപ്പോൾ അതിനൊരു സൊല്യൂഷനായി. സോ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, നല്ലൊരു ENT പോയി കാണുക. അഡിനോയിഡ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഈ അഡിനോയിഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ടെൽ യു ലേറ്റർ. അപ്പോൾ എന്താണ് അഡിനോയിഡ്? അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മൂക്കിലുള്ള ചെറിയ പോളിപ്സാണ്. അത് അവർ ജനിക്കുമ്പോൾ തൊട്ട് 5 വയസ്സ് വരെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ മൂക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന ജേംസിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് അസുഖങ്ങൾ വരാതെ നോക്കുന്നതാണ് ഈ അഡിനോയിഡ്സ് അല്ലെങ്കിൽ പോളിപ്സിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ആഫ്റ്റർ 5 years തൊട്ട് ടീനേജ് ആകുമ്പോഴത്തേക്കും ഇത് ഷ്രിങ്ക് ആവും, ഇറ്റ് ബിക്കം എ വെസ്റ്റിജിയൽ ഓർഗൻ. പക്ഷേ ചില കുഞ്ഞുങ്ങളിൽ ഈ അഡിനോയിഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് എൻലാർജ്ഡ് ആവും. അതിന് കാരണം മെയിൻലി വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. കുട്ടികൾക്ക് വരുന്ന ഇൻഫ്ലുവൻസ വൈറസ് ആവാം, കൊറോണയുടെ സമയത്തൊക്കെ വന്ന കൊറോണ വൈറസ് ആവാം, ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ പോളിപ്സ് എൻലാർജ് ചെയ്തിട്ട് അത് ഇൻഫെക്റ്റഡ് ആവും. അപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ എപ്പോഴും ദിസ് ഈസ് പ്രോൺ ടു വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അപ്പോൾ എപ്പോഴും കോൾഡ് വരും. അതുകൂടാതെ ഇത് എൻലാർജ് ചെയ്തേക്കണ കാരണം, ഇത് അടിഞ്ഞിരിക്കുന്ന കാരണം കുട്ടികൾക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ഉറങ്ങുമ്പോൾ മൂക്കിൽ കൂടി ശ്വാസം എടുക്കാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ഓപ്പൺ ദെയർ മൗത്ത്. അപ്പോൾ അതിനാണ് സ്നോറിങ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇതുകൂടാതെ ഈ പോളിപ്സ് കുട്ടികൾക്ക് ഫേഷ്യൽ ഡിഫോമിറ്റി വരെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതൊരു 50%-നോ
അതിനോ താഴെയാണെങ്കിൽ മെഡിസിൻസ് കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ഇറ്റ് ക്യാൻ ബി ക്യൂർഡ്. പക്ഷേ എബോവ് 50% അല്ലെങ്കിൽ ഒരു 70, 80, 90 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഡോക്ടേഴ്സ് സർജറിയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ് ടു 70 ഐ തിങ്ക് ക്യാൻ ബി ക്യൂർഡ് ബൈ മെഡിസിൻ. ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് സർജറി ഹാസ് ടു ബി ഡൺ. അപ്പോൾ മന്ത്രയുടെ കേസിൽ ഇത് 50% ആയിരുന്നു. ഇപ്പോൾ മെഡിസിൻ കാരണം അത് കുറഞ്ഞ് 10% ആയേ.